Hi friends, we will talk about the rumors and leaks of foldable smartphone. Madakkan kadiyunna smartphone. Pathranala flexible display ke vanam. Pangane nalloru foldable smartphone ne kurichu kore kaalamayitte irunna rumors nekke ivade oru avasanam ennu parayam ekadesham. Karanam aa phone satyamana Samsung adinte oru model avതരിപ്പിച്ചിരിക്കുന്നു. Innu adinte visheshangalana. Welcome to PrathapGTech. It's me, Prathap. Hi, foldable smartphone. Kore kaalamayitte മാധ്യമങ്ങളിലെ news ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. Rumors ധാരാളം അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. Galaxy X എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഫോൺ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് കേൾക്കുന്നു. അതേപോലെ മറ്റനേകം കമ്പനികൾ അതിപ്പോൾ Xiaomi ആയാലും Huawei ആയാലും ഒക്കെ ആപ്പിൾ പലരും പാറ്റന്റ് വരെ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡബിൾ സ്മാർട്ട്ഫോണുകളുടെ ടെക്നോളജിന്മേൽ അങ്ങനെ ധാരാളം ന്യൂസുകൾ ഇപ്പോൾ സാംസങ് അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു മോഡൽ അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇതിനിടയിൽ പറയാനുള്ളത് ആൻഡ്രോയിഡ് അതോറിറ്റി അല്ലെങ്കിൽ സീനെറ്റ് പോലുള്ള സൈറ്റുകളിൽ വേറൊരു ഫോൾഡബിൾ സ്മാർട്ട്ഫോൺ കാണിക്കുന്നുണ്ട്. അതായത് റയൽ കോർപ്പറേഷൻ്റെ റയൽ ഫ്ലെക്സ് 5 എന്ന് പറയുന്നൊരു ഫോൺ അത് പുറകോട്ടേക്ക് വളയ്ക്കുന്ന തരത്തിലുള്ളൊരു ഫോണാണ്. കണ്ടിട്ട് എനിക്ക് അവരത് യൂസ് ചെയ്യുന്ന രീതി കണ്ടിട്ട് അത്ര ഒരു ഇംപ്രഷൻ തോന്നിയില്ല. കാരണം പുറകോട്ട് വളച്ച് പിടിച്ച് വളരെ ബുദ്ധിമുട്ടേക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഫോൾഡബിൾ സ്മോളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നന്നാവുന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പുറകോട്ട് വളയ്ക്കുന്നതൊന്നുമല്ല. ഇതാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഡെവലപ്പർ കോൺഫറൻസിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ 7.3 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ്. നല്ലൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോണിനെ രണ്ടായിട്ടും മടക്കാം. അതാണ് ഫോൾഡബിൾ. ഈ ഡിസ്പ്ലേക്ക് യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല. ഈ ഡിസ്പ്ലേ മടക്കലിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മടക്കുന്ന ഒരു ഫോൺ ഫോൾഡബിൾ ഫോൺ റിയലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. മോഡലാണ് എങ്കിൽ കൂടി അത് റിയലായിട്ട് നമ്മുടെ മുമ്പിൽ സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ സങ്കല്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കാം ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ. ആ ഒരു രീതിയിൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇവിടെ അവതരിപ്പിച്ചു. ഈ 7.3 ഇഞ്ച് ഡിസ്പ്ലേ അതിൻ്റെ മെയിൻ ഡിസ്പ്ലേ ആണ്. മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുറം അതായത് ഫ്രണ്ട് സൈഡിൽ മടക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു 4.3 ഇഞ്ച് ഡിസ്പ്ലേ വേറെ കിട്ടുന്നുണ്ട്. നോർമലി കോൾ എടുക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആ ഡിസ്പ്ലേ മതിയാവും. കൂടുതൽ വലിയ സ്ക്രീൻ നമുക്ക് ഫ്രീ ടൈമിൽ കൂടുതൽ വലിയ സ്ക്രീൻ ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് വലിയ സ്ക്രീൻ ഉപയോഗിക്കാനും സാധിക്കും. അങ്ങനെ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ റിയലായിട്ട് സാംസങ് മോഡൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. മറ്റനേകം കമ്പനികൾ ഇതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ അത് സാംസങ് അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത് തന്നെ അതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് സാംസങ് ഒന്നും പറഞ്ഞിട്ടില്ല. 7.3 ഇഞ്ചാണ് ഈ ഡിസ്പ്ലേയുടെ സൈസ്. ഇതിന് അവരിട്ടിരിക്കുന്ന പേര് ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ എന്നാണ്. അതൊരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി പേര് എന്തായാലും നിശ്ചയിച്ചിരിക്കുന്നു. എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ്ങിനെ വെല്ലാൻ തൽക്കാലം മറ്റ് കമ്പനികൾ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി പല കമ്പനികളും അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം അവരുടെ ലെവലിലേക്ക് എത്താൻ ഈ പറയുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ. പക്ഷേ പല കമ്പനികൾ ഇപ്പോഴും ചെയ്യുന്നത് സാംസങ്ങിൻ്റെ അതേ ഡിസ്പ്ലേ വാങ്ങിച്ച് അവിടെ ഉപയോഗിക്കണം. എന്തായാലും സാംസങ് ഈ മേഖലയിലെ ഒരു കിങ്ങാണ്. അവർ ഒരു പടി കൂടി മുന്നോട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേയുമായി. ഈ ഫോണിനെ പറ്റി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അവരിത് അവതരിപ്പിച്ചിരിക്കുന്ന സമയത്ത് ലൈറ്റിംഗ് കുറച്ചുകൊണ്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കരുതെന്ന് അവർക്ക് ഉദ്ദേശമുണ്ട്. ഇതൊരു മോഡലാണ് എന്ന് മാത്രം നമുക്ക് സംഭവം ഉണ്ട് എന്ന് നമുക്ക് ബോധിപ്പിച്ച് തരികയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ ഉദ്ദേശം മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുടെ കമ്പനികൾ ഇതിന് ഉതകുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ ഫിനിഷിംഗ് അത്ര പോരാൻ തോന്നുന്നു. കാരണം ബെസിലുകൾ നമുക്കിതിൽ കാണാം. 4 സൈഡിലുള്ള ബെസിൽസ് അത് കുറച്ച് കട്ടി കൂടിയ ബെസിൽസുമാണ്. അപ്പം തന്നെ ഫോണിൻ്റെ കട്ടിയും സ്വല്പം കൂടുതലാണ്. ഓൾറെഡി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോണുകളെല്ലാം ബെസിൽസൊക്കെ ഒഴിവാക്കി നോച്ച് വരെ ഒഴിവാക്കി ഒരു 100% സ്ക്രീൻ നമുക്ക് തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൾഡബിൾ ഫോൺ വരുന്നത് എല്ലാ സൈഡിലും ബെസിൽസുമായിട്ട് തന്നെയാണ്. ഒപ്പം കട്ടി കൂടുതലുമാണ്. ആ ഫോൺ മടക്കി കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടി കൂടും. അപ്പോൾ വലിയ ഹെവി ആയൊരു ഫോൺ തന്നെയായിരിക്കും നമുക്ക് ഫോൾഡബിൾ ഫോൺ എന്ന രീതിയിൽ കൊണ്ടുനടക്കേണ്ടി വരിക തുടക്കത്തിൽ, അറ്റ്ലീസ്റ്റ് തുടക്കത്തിലെങ്കിലും. അങ്ങനെ പറയാൻ കാരണം ഇതാണ്. നോട്ട് എഡ്ജ് അങ്ങനൊരു ഫോൺ കുറച്ചാലും മുമ്പ് ഇറങ്ങിയിരുന്നു. നോട്ട് 4 ഒക്കെ ഇറങ്ങിയ സമയത്ത് നോട്ട് എഡ്ജ് ഇറങ്ങിയിരുന്നു. ആ ഫോൺ ഞാൻ ആദ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ അത് എഡ്ജ് ഭയങ്കര ഒരു ഇന്നോവേറ്റീവായ ടെക്നോളജി ആയിട്ട് ഞാൻ ഉപയോഗിച്ചു. അതൊരു സംഭവം തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ആ സംഭവത്തിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല, മാത്രമല്ല ഒരു അഭംഗിയായിട്ടൊക്കെ തോന്നി. പക്ഷേ പിന്നീട് S6 എഡ്ജ് വന്നപ്പോഴും ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അത് ഡിഫറൻ്റ് ആയ അനുഭവമായിരുന്നു. ഒരു നല്ല രസകരമായ അനുഭവമായിട്ട് ബാക്കി അങ്ങോട്ട് S6 എഡ്ജ് ആയാലും 7 എഡ്ജ് ആയാലും 8 എല്ലാ സംഭവങ്ങളും എഡ്ജുകൾ വന്നപ്പോൾ ഒക്കെ നല്ല സ്റ്റൈലിഷായും യൂസ്ഫുള്ളായിട്ടും തോന്നി. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള ജനറേഷനിലാണ്. ഫസ്റ്റ് ജനറേഷൻ അവിടെ അത്ര ഒരു ഫിനിഷിങ് നമുക്ക് കണ്ടില്ല. ഫോൾഡബിൾ ഫോണിൻ്റെ കാര്യത്തിലും ഫസ്റ്റ് ജനറേഷൻ്റെ ഒരു മോഡൽ കണ്ടിട്ട് എനിക്ക് അത്ര വലിയൊരു ഇംപ്രഷൻ തോന്നുന്നില്ല. എങ്കിലും ഒരുപക്ഷെ ഫൈനൽ പ്രൊഡക്റ്റ് ഇത് മോഡലാണ്, ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതിനേക്കാളൊക്കെ ഭംഗിയിൽ വന്നേക്കാം. സാംസങ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിലൊന്നും അങ്ങനെ ഭംഗി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം നല്ല ഫിനിഷിങ്ങിൽ സ്റ്റൈലിഷായിട്ട് തന്നെയാണ് പുറത്ത് വരാറ്. ഒരുപക്ഷെ ഇതിനേക്കാൾ ഭംഗിയിലായിരിക്കാം വരാൻ പോകുന്നത്. ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന സംഭവം ഇനി മുതൽ ഒരു കൺസെപ്റ്റ് അല്ല, അത് റിയലായിട്ട് സാംസങ് ഒരു മോഡൽ അവതരിപ്പിച്ചു കഴിഞ്ഞു.
ഇനി ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ മറ്റ് കമ്പനികൾ എന്തൊക്കെ മത്സരങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ഇന്നോവേഷൻസ് ആണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന കാര്യം ഡെവലപ്പർ കോൺഫറൻസ് സാംസങ് അവതരിപ്പിച്ചു. ആ കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.